നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറി തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുക്കുകയാണ്. പണ്ടൊക്കെ നോട്ടീസുകളും ഫ്ലക്സുകളുമായാണ് പ്രചാരണം പൊടിപൊടിച്ചതെങ്കിൽ ഇപ്പോൾ മാറിയ കാലത്തിനൊപ്പം സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ ഉപയോഗമാണ് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. പഴമയെ മറക്കാതെ ചുവരെഴുത്തുകളും പോസ്റ്റർ ഒട്ടിക്കലുമൊക്കെ ഇപ്പോഴും സജീവമാണെങ്കിൽ കൂടി നവമാധ്യമങ്ങളിലൂടെയുള്ള പുത്തൻ പ്രചാരണ രീതികളാണ് ഏറ്റവും ആകർഷകം. ഫേസ്ബുക്കിലൂടെ നേതാക്കന്മാർ ഇറക്കുന്ന പ്രസ്താവനകളും വാഗ്വാദങ്ങളുമൊക്കെ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. ലൈക്കിന്റെ എണ്ണം നോക്കി അനുയായികൾ എത്രയുണ്ട് എന്നൊക്കെ വരെ ആലോചിക്കുന്ന കാലമാണ്. ട്വിറ്ററിൽ കുറിക്കുന്ന ഓരോ വാക്കുകളും എത്ര കണ്ട് വായിക്കപ്പെടുന്നുവെന്നും അത്രയേറെ വാക്കുകളെ കീറി മുറിച്ച് വിമർശിക്കാൻ മറ്റു പാർട്ടി നേതാക്കൾ നോക്കിയിരിപ്പുണ്ട് എന്നുമൊക്കെ അറിഞ്ഞു വെച്ചാണ് ഓരോ നേതാവിന്റെയും പരാമർശങ്ങൾ. ഗ്രീൻ ഇലക്ഷന്റെ ഭാഗമായി ഫ്ലക്സുകൾ നിരോധിച്ചുകൊണ്ട് കോടതി വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നാടൊട്ടുക്കുള്ള ഫ്ലക്സ് പരിപാടികൾക്ക് ഏകദേശ വിരാമമായിട്ടുണ്ട്. ഗംഭീരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് പൊലിപ്പിക്കാൻ സിനിമ എന്ന ഏറ്റവും വലിയ സാമൂഹിക മാധ്യമത്തെയും ഈ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. PM നരേന്ദ്രമോദി എന്ന സിനിമ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നതിൽ സംശയമില്ല. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസത്തേക്ക് സിനിമ റിലീസ് മാറ്റിവെച്ചത് തെല്ലും അതിശയോക്തി പകരുന്നുമില്ല. യാത്ര മുതൽ തുടങ്ങിവെച്ച സിനിമാ പ്രചാരണം PM നരേന്ദ്രമോദിയിൽ എത്തി നിൽക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇടുന്ന വസ്ത്രത്തിലൂടെയും പ്രചാരണം നടത്തുക എന്നത്. പ്രിയങ്ക ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ചിത്രം പതിപ്പിച്ച സാരികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം വെച്ച മുണ്ടുകളുമൊക്കെ ട്രെൻഡ് മേക്കറുകളായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയൊക്കെ തങ്ങളുടെ ആശയവും രാഷ്ട്രീയവും ജനങ്ങളിൽ എത്തിക്കാമോ അങ്ങനെയൊക്കെ അത് ചെയ്യാനുള്ള സകല മാർഗങ്ങളും പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് എല്ലാ പാർട്ടികളുടെയും തീരുമാനം.